ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായമാണ് നമ്മൾ പഠന വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ അധ്യായത്തിൽ 50 വാക്യങ്ങളാണ് ഉള്ളത്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെയും അവിടുത്തെ കഷ്ടാനുഭവങ്ങളുടെയും അവിടുത്തെ കഷ്ടാനുഭവത്തിലേക്കും മരണത്തിലേക്കുമുള്ള പ്രവേശനത്തെയും വളരെ നിർണായകമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഈ അധ്യായത്തിൽ. ലാസറിനെ ഉയർപ്പിച്ച ശേഷം ജെറുസലേമിലേക്കുള്ള യേശുവിൻ്റെ രാജകീയ പ്രവേശവും യേശു തൻ്റെ മരണത്തെ മുൻകൂട്ടി പ്രവചിക്കുന്നതുമാണ് ഈ അധ്യായത്തിലെ ഉള്ളടക്കം. ഈ അധ്യായത്തെ നമുക്ക് 4 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമതായി ബഥാനിയായിലെ തൈലാഭിഷേകം, ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശം, യേശു തൻ്റെ മരണത്തെ മുൻകൂട്ടി പ്രവചിക്കുന്നു, യഹൂദരുടെ അവിശ്വാസവും യേശുവിൻ്റെ അന്തിമമായ ആഹ്വാനവും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പരസ്യപ്രബോധനങ്ങളുടെ ഉപസംഹാരമാണ് 12-ാം അധ്യായം. യേശു വെളിച്ചമായി ലോകത്തിലേക്ക് വന്നു. എന്നാൽ മനുഷ്യരെല്ലാം അവിശ്വാസത്തിൽ തുടരുന്നു. ഇനി വരാനിരിക്കുന്നത് യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെയും മഹത്വീകരണത്തിൻ്റെയും സമയമാണെന്ന് ഈ അധ്യായം വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. നമുക്ക് ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. മരിച്ചവരിൽ നിന്ന് യേശു ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയായിലേക്ക് യേശു പെസഹായ്ക്ക് എത്ര ദിവസം മുൻപാണ് വന്നത്? ഉത്തരം 6 ദിവസം മുൻപ്. പെസഹായ്ക്ക് എത്ര ദിവസം മുൻപാണ് മറിയം ഈശോയുടെ പാദങ്ങളിൽ തൈലാഭിഷേകം നടത്തിയത്? ഉത്തരം 6 ദിവസം മുൻപ്. പെസഹായ്ക്ക് 6 ദിവസം മുൻപ് ബഥാനിയായിലെത്തിയ യേശു താമസിച്ചത് ആരുടെ വീട്ടിലാണ്? ഉത്തരം ലാസറിൻ്റെ വീട്ടിൽ. ലാസറിൻ്റെ വീട്ടിൽ വിരുന്നിലിരുന്ന യേശുവിനെ പരിചരിച്ചതായി പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം മർത്ത. ബഥാനിയായിൽ ലാസറിൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കവേ യേശുവിനെ തൈലാഭിഷേകം ചെയ്ത സ്ത്രീ ആര്? ഉത്തരം മറിയം. ബഥാനിയായിൽ വെച്ച് തൈലാഭിഷേകത്തിനായി മറിയം ഉപയോഗിച്ച സുഗന്ധ തൈലത്തിൻ്റെ പേര്? ഉത്തരം നാർദീൻ. യേശുവിൻ്റെ പാദങ്ങളിൽ തൈലം പൂശിയ മറിയം അവൻ്റെ പാദങ്ങൾ തുടച്ചത് എന്തുകൊണ്ട്? ഉത്തരം തൻ്റെ തലമുടി കൊണ്ട്. യേശു ജെറുസലേമിലേക്ക് വരുന്നെന്ന് കേട്ട് ഈന്തപ്പനയുടെ കൈകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടത് ആരാണ്? ഉത്തരം ഒരു വലിയ ജനക്കൂട്ടം. ബഥാനിയായിലെ അവസാന സന്ദർശനത്തിന് ശേഷം യേശു പോയ സ്ഥലം ഏത്? ഉത്തരം ജെറുസലേം. ഹോസാന എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ദൈവത്തിനു സ്തുതി. യോഹന്നാൻ്റെ സുവിശേഷമനുസരിച്ച് ഏതു മൃഗത്തിൻ്റെ പുറത്ത് കയറിയിരുന്നാണ് യേശു രാജകീയമായി ജെറുസലേമിൽ പ്രവേശിച്ചത്? ഉത്തരം കഴുതക്കുട്ടിയുടെ. സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇത് എഴുതിയിരിക്കുന്ന പഴയ നിയമ ഗ്രന്ഥം ഏത്? ഉത്തരം സക്കറിയ. യേശുവിൻ്റെ ജെറുസലേം പ്രവേശനത്തെ പിന്നീട് ശിഷ്യന്മാർ അനുസ്മരിച്ചത് എപ്പോഴാണ്? ഉത്തരം യേശു മഹത്വം പ്രാപിച്ചപ്പോൾ. തിരുനാളിൽ ദേവാലയത്തിൽ ആരാധിക്കാൻ വന്നവരിൽ ഉണ്ടായിരുന്ന വിദേശീയർ ഏതു ദേശക്കാരായിരുന്നു? ഉത്തരം ഗ്രീക്കുകാർ. പീലിപ്പോസിൻ്റെ ജന്മദേശം ഏത്? ഉത്തരം ഗലീലയിലെ ബത്സയിദ. ആർ മഹത്വപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് യേശു അറിയിച്ചത്? ഉത്തരം മനുഷ്യപുത്രൻ. ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട അവസരത്തിൽ എന്തു മഹത്വപ്പെടുത്തണമെന്നാണ് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചത്? ഉത്തരം പിതാവിൻ്റെ നാമത്തെ. ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്ന്
സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടായത് കേട്ട് ജനക്കൂട്ടം പറഞ്ഞതെന്ത്? ഉത്തരം: ഇടിമുഴക്കമുണ്ടായി. എപ്പോൾ എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിക്കും എന്നാണ് യേശു അരുളി ചെയ്തത്? ഉത്തരം: ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ. പ്രകാശമുള്ളപ്പോൾ നാം വിശ്വസിക്കുന്നത് എന്തിനു വേണ്ടിയെന്നാണ് യേശു പറയുന്നത്? ഉത്തരം: പ്രകാശത്തിൻ്റെ മക്കൾ ആകേണ്ടതിന്. കർത്താവെ, അങ്ങയുടെ സന്ദേശം ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത്? ഇപ്രകാരം പറഞ്ഞ പഴയ നിയമ പ്രവാചകൻ ആര്? ഉത്തരം: ഏശയ്യ. യേശുവിൻ്റെ വിശ്വാസം ഏറ്റുപറയാതിരുന്ന യഹൂദ അധികാരികൾ ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തേക്കാൾ അധികം അഭിലഷിച്ചത് എന്ത്? ഉത്തരം: മനുഷ്യരുടെ പ്രശംസ. യേശുവിനെ നിരസിക്കുകയും യേശുവിൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട്. ആ വിധികർത്താവ് എപ്പോഴാണ് വിധിക്കുന്നത്? ഉത്തരം: അന്ത്യദിനത്തിൽ. താൻ എന്തു പറയണം, എന്ത് പഠിപ്പിക്കണമെന്ന് പിതാവ് തന്നെ കൽപ്പന നൽകിയിരിക്കുന്നു. ആ കൽപ്പന യേശു എന്തായിട്ടാണ് മനസ്സിലാക്കുന്നത്? ഉത്തരം: നിത്യജീവനാണെന്നും. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഈ ചോദ്യോത്തരങ്ങൾ ഏറ്റവും നന്നായി പഠിച്ചൊരുങ്ങാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.